അപ്പോൾ എല്ലാവരും സുഖാണെന്ന് വിശ്വസിക്കണു. അപ്പോൾ കുറച്ച് ദിവസമായി കണ്ടിട്ട്. അപ്പോൾ ഒരു ശനിയും ഞായറും ഞങ്ങൾ നവി മുംബൈയിലെ വീടിനടുത്തുള്ള അടുപ്പ് എന്ന് പറഞ്ഞ ഒരു കുട്ടി റെസ്റ്റോറൻറ്റ്, കുറേ നാളായി അവിടെ തുടങ്ങിയിട്ട് ഇതുവരെയും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ ഒന്ന് പോകണമെന്ന് വിചാരിച്ചിട്ട്, അപ്പോൾ ഇതാണ് അടുപ്പ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ്. ശരിക്കും പറഞ്ഞാൽ എന്നെ ഏറ്റവും ശ്രദ്ധ ആകർഷിച്ചത് ഈ ചിൽക്കൂട്ടിലിരിക്കുന്ന ആ ഒരു പഴംപൊരിയും, പിന്നെ അതുപോലെ പരിപ്പ് വടയും ബജ്ജിയും നല്ല സുഖിയനും ഇതൊക്കെ നമുക്ക് നാട്ടിലല്ലേ കൂടുതലും കാണാൻ പറ്റുള്ളൂ. പക്ഷേ സത്യം പറയാലോ, പഴംപൊരിയൊക്കെ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. നല്ല പഴുത്ത പഴത്തിൽ നാട്ടിൽ കഴിക്കുന്ന പോലെ. പിന്നെ അവിടെ കുറേ സിനിമ പോസ്റ്റേഴ്സൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും ഒരു നെസ്റ്റാൾജിക് ഫീലിന് വേണ്ടിയിട്ട് നല്ലൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ അവിടെ നല്ല ദോശ, പിന്നെ അതുപോലെ നല്ല ഇഡ്ഡലി ഫ്രൈ, പിന്നെ നല്ല ചായ. ശരിക്കും നാട്ടിലൊക്കെ നമുക്ക് കിട്ടണ പോലെയുള്ളൊരു ചായ കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെയൊന്നും ഞാൻ അധികം ബോംബെയിൽ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിച്ചിട്ട് ഒരു നല്ല മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു എല്ലാം. അതിനുശേഷം ഞങ്ങൾ വൈകുന്നേരം അവിടെ അടുത്ത് ഐക്കിയ ഉണ്ട്, വീടിൻ്റെ അടുത്ത് തന്നെ. കുറേ നാളായി അവിടെ പോയിട്ട്. എനിക്ക് തോന്നുന്നു 2022 തുടങ്ങിയപ്പോൾ പോയതാണ്. പിന്നെ അമ്മയൊക്കെ വന്ന സ്ഥിതിക്ക് എന്തായാലും പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, ഐക്കിയ ഒരു സ്വീഡിഷ് കമ്പനിയാണ്. നമ്മുടെ വീട്ടിലെ ആക്സസറീസും കിച്ചൺ ആക്സസറീസ്, ഹൗസ് ഹോൾഡ് ഐറ്റംസും ഒക്കെ എല്ലാം ഉള്ള ഒരു ഭയങ്കര വലിയൊരു ഷോറൂമാണ് നവി മുംബൈയിലുള്ളത്. നടക്കാൻ തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു അര ദിവസം ശരിക്കും വേണം. അര ദിവസം എന്നല്ല, ഒരു ദിവസം തന്നെ ശരിക്കും വേണം അതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞ പോലെ. അപ്പോൾ കുറേ നാളിന് ശേഷം എന്തായാലും പോയിട്ടില്ല, ഒന്ന് വെറുതെ അമ്മയ്ക്ക് ഒരു രസമാവുമല്ലോ വെച്ചിട്ടാണ് പോയത്. അങ്ങനെ കുറച്ച് ഷോപ്പിങ്ങൊക്കെ ചെയ്തു അവിടുന്ന്. ചെറിയ ചെറിയ ഷോപ്പിംഗ്, കാര്യമായിട്ട് അങ്ങനെ വലിയ ഷോപ്പിംഗ് ഒന്നും ചെയ്തില്ല. കാരണം ഇപ്പോൾ നാട്ടിലേക്ക് കൊണ്ടുപോകണമെങ്കിലും അങ്ങനെ വലിയ സാധനങ്ങളൊന്നും കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ കുറേ നടന്നു. സത്യം പറഞ്ഞാൽ മോർ ദാൻ ഷോപ്പിംഗ് നടക്കുകയാണ് ചെയ്തത്. അന്ന് ഒരു ദിവസം തന്നെ ഒരു 10,000 സ്റ്റെപ്സ് ഈസിലി നടന്നിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞങ്ങൾ അവരുടെ ക്യാൻറ്റീനിലാണ് പോയത്. കാരണം ഐക്കിയയുടെ ക്യാൻറ്റീൻ പൊതുവേ നല്ലതാണ്. നല്ല റേറ്റിൽ നല്ല ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലമാണ്. അന്ന് പോയൊരു ഓർമ്മയായിരുന്നു ശരിക്കും. എന്നിട്ട് ഞങ്ങൾ അവരുടെ ക്യാൻറ്റീനിൽ പോയിട്ട്, അവരുടെ ക്യാൻറ്റീനിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ബുഫേ നമുക്ക് വേണ്ടതെല്ലാം എടുക്കാം, എടുത്ത് കഴിഞ്ഞിട്ട് കൗണ്ടറിൽ പോയി പേ ചെയ്യുക എന്നുള്ളൊരു സംഭവമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ക്യാൻറ്റീനിൽ പോയിട്ട് പിന്നെ വാങ്ങിയ കുറച്ച് ഐറ്റംസാണ് ഇതൊക്കെ. ചീസ് കേക്ക്, പിന്നെ അതുപോലെ ഒരു വെജ് റാപ്പ് ഉണ്ടായിരുന്നു, പിന്നെ ലൈക്ക് ഫലാഫൽ, അങ്ങനെ കുറച്ച് ഐറ്റംസ്. പക്ഷെ സത്യം പറയാലോ, ഒന്നും കൊള്ളില്ലായിരുന്നു. എല്ലാം റാപ്പൊക്കെ നമുക്ക് തന്നെ മൈക്രോവേവിൽ പോയിട്ട് ചൂടാക്കണം. ചീസ് കേക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ അവരുടെ കോഫി, ടീ, കോൾഡ് ഡ്രിങ്ക്സ് ഒക്കെ റീഫിൽ ചെയ്ത് എത്ര വേണമെങ്കിൽ കുടിക്കാൻ 99 റുപ്പീസേ ഉള്ളൂ. എന്നാലും എന്തെങ്കിലുമൊക്കെ കഴിക്കണമല്ലോ എന്ന് വെച്ചിട്ട്, പിന്നെ ഇത്രയും നടന്നതല്ലേ, ടയേർഡായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അമ്മ മാത്രമാണ് ടയേർഡാവാണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഐക്കിയയിലൊക്കെ സ്പെൻഡ് ചെയ്തൊരു എന്താ പറയുക, നല്ലൊരു ദിവസമായിരുന്നു. അങ്ങനെ വീട്ടിലെത്തി. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം. അതുവരെയും ബൈ.